Good evening, everybody. നമ്മുടെ ഇന്നത്തെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ക്ലാസ് നമുക്ക് എൻഗേജ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ തന്നെയായ വിദ്യാ മിസ് ആണ്. അപ്പം അത് തന്നെ ഇന്നിപ്പോൾ അജിത ടീച്ചറും ഉണ്ട് ഈ ക്ലാസ്സിൽ ഇവിടെ ഉണ്ട്. അപ്പം ടീച്ചറെ ഔപചാരികയുടെ പേരിൽ മാത്രം ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ എല്ലാ കുട്ടികളെയും അതിനു മുന്നേ വിദ്യ ടീച്ചറെ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം വിദ്യാ മിസ്സിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സഹപ്രവർത്തകൻ മായ ടീച്ചർ ഉണ്ട്. മായ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനെയും ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. വിദ്യ ടീച്ചറെ ഈ ക്ലാസ് എൻഗേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ഹസീന ടീച്ചർ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അജിത ടീച്ചർ, ഹസീന ടീച്ചർ, മായ ടീച്ചർ, മറ്റ് കൊളീഗ്സ് ആൻഡ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പം നിങ്ങൾക്ക് അറിയുന്നത് പോലെ എല്ലാ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസങ്ങളിലാണ് നമ്മൾ നോർമലി ക്ലാസ്സസ് എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു തരത്തിൽ ക്ലാസ്സുകൾ എൻഗേജ് ചെയ്യാനും അതുപോലെ മെറ്റീരിയൽസ് തരാനും മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. പക്ഷേ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതും ഈ പ്രോഗ്രാം വിജയിപ്പിക്കേണ്ടതും കുട്ടികൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയൽസ്, നമ്മുടെ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരുന്ന മെറ്റീരിയൽസ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നോർമൽ പഠിക്കുന്ന ഒരു പേപ്പറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സിൽ ചെയ്യുമ്പം ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമെങ്കിലും ബൈ പ്രാക്ടീസ് നമുക്കതിന് സിമ്പിൾ ആയിട്ടും വളരെ ചെറിയ ടൈം ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആ ടൈമിനുള്ളിൽ, ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പ്രധാനം. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. പക്ഷേ ആ തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ നമ്മളത് ചെയ്തു തീർക്കുകയാണ് വേണ്ടത്. അതിന് ബൈ പ്രാക്ടീസ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ എല്ലായ്പ്പോഴും കൂടെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടും കൂടി വേണം. അതാ പറയുന്നത്, നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേസ് തരുന്ന വർക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അധികം ഞാൻ പറയുന്നില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങൾക്ക് എടുക്കുന്നത് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പ്രോബ്ലം ഓൺ ഏജസ് എന്നുള്ള സെഷനാണ്. ഞാനതിന്റെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾക്ക് വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു ഭാഗമാണിത്, പ്രോബ്ലം ഓൺ ഏജസ് എന്ന് പറയുമ്പോൾ. അതായത് നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ വരിക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഴ്സന്റെ പ്രസന്റ് ഏജ് ഉണ്ടാവും, അതുപോലെ അയാളുടെ ഫ്യൂച്ചർ ഏജ്, പാസ്റ്റ് ഏജ്, ഇങ്ങനെ 3 കേസിലായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. എന്നിട്ട് അവരുടെ ഒന്നുകിൽ പ്രസന്റേജ് കാണാൻ പറയും, അല്ലെങ്കിൽ ആഫ്റ്റർ ഒരു ഇത്ര ഇയറിന് ശേഷം ഉള്ള അവരുടെ ഏജ് കാണാൻ പറയും, അല്ലെങ്കിൽ ഇത്ര ഇയേഴ്സ് മുമ്പേ ഉള്ള ഏജ് കാണാൻ പറയും. അപ്പൊ ഈ ടൈപ്പിലാണ് നമ്മള് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന് നോർമലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെഷനിൽ നമുക്ക് ഒരു ട്രിക്സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡോ ഒന്നുമില്ല. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബൈ പ്രാക്ടീസിലൂടെ കുറച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ള ഒരു ഐഡിയ വരുമ്പോൾ നമുക്ക് ബൈ പ്രാക്ടീസിലൂടെ നമുക്കിത് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ട്രിക്സ് ഇതിനകത്ത് പറയാനില്ല നമുക്ക്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് നമ്മൾ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു സെഷനായിട്ട് നിങ്ങൾക്ക് മാറുന്നതാണ്. ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രസന്റ് ഉണ്ട്, അതുപോലെ ഫ്യൂച്ചർ, പാസ്റ്റ്, ഇങ്ങനെ 3 കേസിലായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഴ്സന്റെ പ്രസന്റ് ഏജിനെയാണ് നമ്മൾ വേരിയബിൾ ആയി ചൂസ് ചെയ്യേണ്ടത്. അത് എക്സ് ആയി എടുക്കേണ്ടത് എന്താണ്, അവരുടെ പ്രസന്റ് ഏജിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ എന്റെ ഏജ് 20 ആണെങ്കിൽ ഞാൻ 5 വർഷം കഴിയുമ്പോൾ എന്റെ ഏജ് എത്രയായിരിക്കും? 20 + 5, അപ്പൊ 25. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പെർസെന്റേജ് എക്സ് ആണെങ്കിൽ നമ്മൾ 5 വർഷത്തിന് ശേഷം, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 5 ഇയേഴ്സ് ലേറ്റർ, അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഹെൻസ്. ഈ ടൈപ്പ് ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരിക? എക്സിന്റെ 5 വർഷത്തിന് ശേഷം. അപ്പൊ അവരുടെ ഏജ് എത്രയായിരിക്കും? x + 5.
ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം, പാസ്റ്റിലേക്കും പറയാം. അപ്പൊ 5 വർഷം എഗോ, 5 years എഗോ, 5 years ബിഫോർ, 5 years ബാക്ക്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നോർമലി വരുന്ന ടെർമിനോളജി ഉണ്ടാവാറ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എക്സ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഏജ് എങ്കിൽ 5 years മുന്നേ നമ്മളെ ഏജ് എന്തായിരിക്കും, x-5. ഓക്കെ, ഈ ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രസന്റ് ഏജ് ആണ്, കാരണം പ്രസന്റ് ഏജ് എടുത്താലാണ് നമുക്ക് ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും പോകാൻ എളുപ്പം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ പ്രസന്റ് ഏജ് എക്സ് എന്ന് ചൂസ് ചെയ്യുന്നു. അതാണ് നോർമലി ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് വരാം, ഇനിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരാളുടെ ഏജ് എക്സ് ആണ്, കറണ്ട് ഏജ് പ്രസന്റ് ഏജ് അത് എക്സ് ആണ്. അതിന്റെ n ടൈംസ് ദ ഏജ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഏജിന്റെ n ടൈംസ് എന്ന് പറയുമ്പോൾ 2 ടൈംസ് ആവാം, 5 ടൈംസ് ആവാം, 1/3 ടൈംസ് ആവാം, 2/5 ടൈംസ് ആവാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്, nx. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഏജ് എക്സ് ആണ്, അയാളുടെ 2 ടൈംസ് ആണ് വേറൊരാളുടെ ഏജ് എന്ന് പറയുമ്പോൾ അത് എത്രയാണ്, 2x. ഇനി 2/5 ആണെന്ന് പറയുമ്പോൾ എത്രയാണ്, 2/5x. ഓക്കെ, അപ്പൊ ഈ n ടൈംസ് കൊണ്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, nx. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരാളുടെ കറണ്ട് ഏജ് എക്സ് ആണ്, അയാളുടെ ഏജ് ആഫ്റ്റർ n years അല്ലെങ്കിൽ എന്താണ് ലേറ്റർ, n years ലേറ്റർ. ഈ നേരത്തെ പറഞ്ഞ എല്ലാ ടെർമിനോളജീസും അതിൽ വരും. ലേറ്റർ, ആഫ്റ്റർ എന്ന് പറയാം, ലേറ്റർ എന്ന് പറയാം, ഹെൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്താ വരിക, നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ x+n വരും. ഇത് മുമ്പേ പറഞ്ഞു തന്നെയാണ്, ഒരു 5 എക്സാമ്പിൾ വെച്ച് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണിത്. ഇതുപോലെ തന്നെ കറണ്ട് ഏജ് എക്സ് ആണ്, അപ്പോൾ n years എഗോ, അതായത് n years മുമ്പ്, ഇപ്പം ഫോർ എക്സാമ്പിൾ 10 വർഷം മുമ്പ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, എന്താണ് അത് x-n വരും. ഈ പറയുന്ന ടെർമിനോളജി ഒക്കെ വരാം, എഗോ വരാം, ബിഫോർ വരാം, ബാക്ക് വരാം. ഇതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. നമുക്ക് x-n ആയിട്ട് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് റേഷ്യോ. അപ്പൊ നിങ്ങൾ ഓൾറെഡി റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ റേഷ്യോന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 2 പേരുടെ ഏജ് തന്നിട്ടുണ്ട്, അത് A:B എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഏജ് എന്തായിട്ട് എടുക്കണം, ഒന്നാമത്തെ ആളുടെ ഏജ് AX എന്നും രണ്ടാമത്തെ ആളുടെ ഏജ് BX എന്നും. ഓക്കെ, A:B എന്ന് പറയുമ്പോൾ ഒരാളുടെ AX, രണ്ടാമത്തെ ആളുടെ B/X. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മീനിങ് A:B എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ രണ്ടാളുടെയും ഏജ് തമ്മിൽ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ, ഇപ്പം AX-ഉം BX-ഉം ആണ് നമ്മൾ എടുത്തതെങ്കിൽ അവ തമ്മിലുള്ള ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, A/B കിട്ടണം. അതാണ് ഈ A:B എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ AX എന്നും BX എന്നും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 3:4 ആണ് 2 പേരുടെ ഏജ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഏജസ് എടുക്കേണ്ടത് എങ്ങനെയാണ്, ഒരാളുടെ ഏജ് 3x-ഉം അടുത്തയാളുടെ ഏജ് എന്താണ് 4x എന്ന് എടുക്കണം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് വരാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ശരിയായി മനസ്സിലാക്കുക, എന്നിട്ട് അതിനുശേഷം നമുക്കൊന്ന് സെഗ്രിഗേറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ, അതായത് നമുക്കൊന്ന് പാർട്ട് ചെയ്യാം ക്വസ്റ്റ്യനെ. ഇതിൽ ഏത് ഭാഗമാണ്, നമുക്ക് കുറച്ചധികം സെന്റൻസുകൾ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഇതിൽ ഏതാണ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഒരു ഇക്വേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ 90% നമ്മളെ കാര്യം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അത് സോൾവ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആയിരിക്കും. കാരണം ജസ്റ്റ് എന്താണ് അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റിനെ ക്ലിയർ ആയി ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതിന് നമുക്കൊന്ന് പാർട്ട് വൈസ് ചെയ്താലായിരിക്കും, ഒന്ന് പാർട്ടാക്കി അല്ലെ സെഗ്രിഗേറ്റ് ചെയ്താലായിരിക്കും നമുക്ക് എളുപ്പം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യാം. രാജീവ്സ് ഏജ് ആഫ്റ്റർ 15 years വിൽ ബി 5 times his age 5 years back. What is the present age of Rajiv? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ വായിച്ചാലും ചിലപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്കത് ക്ലിയർ ആവില്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ പാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം രാജീവിന്റെ കാര്യം പറഞ്ഞില്ല, രാജീവിന്റെ ഏജ് ആഫ്റ്റർ 15 years. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊന്ന് പാർട്ട് ചെയ്തു, ആഫ്റ്റർ 15 years എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞത് നോക്കാം. ബാക്കി എന്താണ് അവ തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് അതിനുശേഷം നോക്കാം. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, 5 times his age 5 years back. അപ്പൊ നമുക്ക് അതാണ് നെക്സ്റ്റ് പാർട്ട്, 5 times his age 5 years back. ഓക്കെ, വാട്ട് ഇസ് ദ പ്രസന്റ് ഏജ് ഓഫ് രാജീവ്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ആദ്യം നമ്മളെ മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം.
അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ എപ്പോഴും പാസ്റ്റിലും ഫ്യൂച്ചറിലും ആയിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. നമ്മൾ പക്ഷെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? രാജീവിന്റെ പ്രസന്റേജ് ആണ്. അപ്പൊ രാജീവിന്റെ പ്രസന്റേജിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഈ എക്സ് തന്നെ എന്ന് വിളിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് രാജീവിന്റെ ഏജ് ആയത് 6 വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ലെറ്റർ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്? രാജീവ്സ് ഏജ് ആഫ്റ്റർ 15 ഇയേഴ്സ്. അപ്പൊ എന്താ വരിക? എക്സ് പ്ലസ് 15. അപ്പൊ രാജീവ് ഏജ് ആഫ്റ്റർ 15 ഇയേഴ്സ് എക്സ് പ്ലസ് 15. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ സ്റ്റെപ്സിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് പ്ലസ് 15 ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ എഴുതാം രാജീവ്സ് പ്രസന്റ് ഏജ് എക്സ് ആണ്. അപ്പോൾ രാജീവിന്റെ നമ്മൾ പാർട്ട് വൈസ് ചെയ്ത് നോക്കുക. ഇവിടെ എന്താ ഫസ്റ്റ് പാർട്ട് എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? രാജീവ്സ് ഏജ് ആഫ്റ്റർ 15 ഇയേഴ്സ്. അപ്പൊ ഞാൻ എന്താണ് നോട്ട് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് 15 നോട്ട് ചെയ്തു. ഓക്കെ, അടുത്ത നോക്കിയേ 5 ടൈംസ് ഹിസ് ഏജ് 5 ഇയേഴ്സ് ബാക്ക്. അപ്പൊ ആദ്യം എന്ത് നോട്ട് ചെയ്യണം? 5 ഇയേഴ്സ് ബാക്ക്. 5 ഇയേഴ്സ് ബാക്ക് ഇവരുടെ ഏജ് എന്താണ്? എക്സ് മൈനസ് 5 ആണ്. അതിന്റെ 5 ടൈംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ 5 ടൈംസ്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് വിൽ ബി എന്നാ പറഞ്ഞത്. ദാറ്റ് മീൻസ് ദേ ആർ ഈക്വൽ. അപ്പൊ നമ്മൾ ഇക്വേഷൻ ആയി കഴിഞ്ഞു. എക്സ് പ്ലസ് 15 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് മൈനസ് 5. ഇത്ര മാത്രമേ നിങ്ങൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഈ സ്റ്റെപ്സ് ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇത്ര മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. എക്സ് പ്ലസ് 15 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് മൈനസ് 5. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇത് ജസ്റ്റ് നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യുക. വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. അപ്പൊ എക്സ് പ്ലസ് 15 ഈക്വൽ ടു 5x മൈനസ് 25. ഈ ഞാൻ പറഞ്ഞു ഈ സ്റ്റെപ്സിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് 4x ഈക്വൽ ടു എന്ത് കിട്ടി? ഈ 15 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എക്സിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ 4x കിട്ടി. ബാക്കി ഇതിന് മൈനസ് 25 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? 48. ദാറ്റ് ഇസ് 4x ഈക്വൽ ടു 40. ദാറ്റ് ഇസ് x ഈക്വൽ ടു 10. പിന്നെ ഇനി ഒരു കാര്യം നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നു. ഉടനടി നമ്മൾ ആ ഓപ്ഷനിൽ എക്സ് ഈക്വൽ ടു 10 ഉണ്ടാവും. നമ്മൾ ഉടനെ തന്നെ അത് പോയി ടിക്ക് ചെയ്യാണ് ചെയ്യുക. പക്ഷെ അവിടെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം, ഇവിടെ ചോദിക്കുക ചിലപ്പം രാജീവ്സ് പെർസെന്റേജ് ആയിരിക്കില്ല, രാജീവ്സ് ഏജ് ആഫ്റ്റർ 5 ഇയേഴ്സ്, അല്ലെ രാജീവ്സ് ഏജ് പാസ്റ്റ് 5 ഇയേഴ്സ്, ഇങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റീഡ് ചെയ്തതിനു ശേഷം മാത്രമേ ആൻസർ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആൻസർ കിട്ടിയ ഒരു സന്തോഷത്തിൽ ഈ ആൻസർ തീർച്ചയായിട്ടും നിങ്ങളെ എവിടെ ഉണ്ടാവും? നിങ്ങളെ ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾ എക്സ് ഈക്വൽ ടു 10 ക്ലിക്ക് ചെയ്യും. നിങ്ങൾ ചെയ്തത് മൊത്തം വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റീഡ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആൻസർ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ് എന്ന് പറഞ്ഞാൽ രാജീവിന്റെ പെർസെന്റേജ് തന്നെയാണ്. ചോദിച്ചിട്ടുള്ളതും എന്താണ്? രാജീവിന്റെ പെർസെന്റേജ് തന്നെയാണ്. എത്രയാണത്? 10 ഇയേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ഏജ് ഓഫ് 2 persons differ by 16 years. If 6 years ago the elder one be 3 times as old as the younger one, find their present ages. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഇതിനെ പാർട്ട് ചെയ്യാം. The ages of 2 persons differ by 16 years. അതാണ് നമ്മളെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് 6 years ago the elder one be 3 times as old as the younger one. ഓക്കെ, ഇതിൽ മൊത്തം നമുക്ക് പാർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ഒന്നും ഒഴിച്ചുവിടാനില്ല. 6 years ago the elder one be 3 times as old as the younger one. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇക്വേഷൻസ് ഫോം ചെയ്യാം. 2 പേഴ്സന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഒരാളുടെ ഏജ് എക്സ് എന്നും ഒരാളുടെ ഏജ് വൈ എന്നും എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ എന്തായാലും ഇപ്പൊ യങ്ങർ വണ്ണ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ ഏജ് കൂടുതലും ഒരാളുടെ ഏജ് കുറവുമായിരിക്കും. അപ്പൊ ഒന്നിന് നിങ്ങൾ യങ്ങർ വണ്ണായിട്ട് ഒരാളുടെ ഏജ് ഫിക്സ് ചെയ്യാം, എൽഡർ വണ്ണായിട്ട് അടുത്തയാളുടെ ഏജ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. വൈ എന്ന് വിളിക്കാതെ ഇവ തമ്മിൽ ഡിഫറൻസ് എടുത്തിട്ടും ചെയ്യാം. ഞാനിപ്പോഴും ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. വേറൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ 2ആയിട്ട് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് യങ്ങർ വണ്ണിന്റെ ഏജിനെ എക്സ് എന്ന് വിളിച്ചു, എൽഡർ വണ്ണിന്റെ ഏജിനെ എന്ത് വിളിച്ചു? വൈ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് പോയിന്റിലേക്ക് വരാം. ഏജസ് ഓഫ് 2 persons ഡിഫർ ബൈ 16 ഇയേഴ്സ്. അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 16 ഇയേഴ്സ് ആണ്. അപ്പൊ ഇതിൽ എൽഡർ വൺ ഏതാണ്? വൈ ആണ്. ഓക്കെ, അപ്പൊ വൈ ഈക്വൽ ടു എന്ത് വരും? എക്സ് പ്ലസ് 16. അത് ക്ലിയർ ആണല്ലോ. കാരണം ഇവ തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ ഏതാണ് വലിയ ആള്? പ്രായം കൂടിയ ആളാരാണ്? വൈ ആണ്. അപ്പൊ വൈ മൈനസ് എക്സ് ആണ് 16, ഓർ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 16. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. 6 years ago. അപ്പൊ 6 years ago ആകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കാണേണ്ടത് രണ്ടാളുടെ ഏജും എന്താവുന്നുണ്ട്, രണ്ടാളുടെ ഏജും 6 കുറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരാളുടെ ഏജ് എത്രയാണ്? x-6 ആണ്. മറ്റേയാളുടെ ഏജ് എത്രയാണ്? y-6 ആണ്. ഓക്കെ, ഇനി ഈ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഇത് ആദ്യം നോട്ട് ചെയ്യുക. ഇത് നമ്മൾ നോട്ട് ചെയ്യണം. 6 years ago എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ രണ്ടാളുടെ ഏജിൽ നിന്നും -6 കുറക്കണം. നെക്സ്റ്റ്, the elder one be 3 times as old as the younger one. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ 6 വർഷത്തിന് മുമ്പേ, അതായത് ഈ സമയത്ത് നമ്മൾ x-6ഉം y-6ഉം എടുത്ത സമയത്ത് അവരുടെ ഏജ് തമ്മിലുള്ള ബന്ധം എന്താ പറഞ്ഞത്? elder one, അതായത് മൂത്തയാള് y-6, അവരുടെ ഏജ് ആണ് ഈ y-6, അത് 3 times as old as the younger one. 3 times into x-6. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ട് നമുക്ക് രണ്ടും കൂടി സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടുന്ന് x+16 എന്നുള്ളത് ഇവിടെ ഈ വൈക്ക് പകരം കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വന്നു? x+16 -6. ഈ ഇക്വേഷനിലാണ് ഞാൻ കൊടുത്തത്. ഈ വൈക്ക് പകരം ഞാൻ x+16 കൊടുത്തു. അപ്പൊ x+16 -6 = 3 into x-6, that is x+10. ഇവിടെ 16 - 6 ആണ്, x+10 ആയിട്ടുള്ളത്, equal to 3x - 18. That is, ഈ x-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. That is 2x equal to ഇവിടെ എന്താ വന്നത്? 28. ഓക്കെ, അപ്പൊ x equal to നമുക്ക് എന്ത് കിട്ടി? 14 കിട്ടി. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ഒറ്റയടിക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്വസ്റ്റ്യനുകളിലേക്ക് ഒന്നും കൂടി വരാം. ഫൈൻഡ് ദർ പ്രസന്റ് ഏജസ്. അപ്പൊ രണ്ടാളുടെയും ചോദിച്ചിട്ടുണ്ട്. ഒരാളുടെതാണ് എത്ര കിട്ടിയിട്ടത്? x കിട്ടിയിട്ടുള്ളത്. അപ്പൊ അടുത്തയാളുടെ എന്താണ്? y equal to x+16 ആണ്. Therefore അടുത്തയാളുടെ ഏജ് എത്രയാണ്? 14 + 16, that is equal to 30. ഓക്കെ, അപ്പൊ രണ്ടാളുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 14 and 30 years. ഇനി ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് വേണമെങ്കിൽ, അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, ഈ സെയിം പ്രോബ്ലം തന്നെ വേണമെങ്കിൽ നമുക്ക് y എടുക്കാതെ ഈ ഒരു റിലേഷൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ നമ്മളോട്, അതായത് ഇവിടെ തൊട്ട് മുകളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏജസ് ഓഫ് 2 persons differ by 16 years എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമുക്കറിയാം യങ്ങർ വണ്ടെ ഏജ് x ആണെങ്കിൽ അടുത്തയാളുടെ ഏജ് എന്തായിരിക്കും? x+16. ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. y എന്ന് വിളിക്കുന്നതിന് പകരം അയാളുടെ ഏജ് തൊട്ട് x+16 എടുക്കാം. അങ്ങനെ ഞാൻ അത് കുറച്ചും കൂടി ഇതാണ് ഈ എക്സും y എടുത്തിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഇത് കുറക്കാൻ ചിലപ്പോൾ വിട്ടുപോകും. y-6 എന്ന് പറയാൻ വിട്ടുപോകും. രണ്ടാളുടെ ഏജ് രണ്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ചെയ്ത് ശീലിച്ചാൽ രണ്ടാലും പ്രശ്നമില്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം. A father and his son decided to sum the age. The sum is equal to 60 years. 6 years ago, the age of the father was 5 times the age of the son. 6 years from now, what will be the age of the son? ഓക്കെ, ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫസ്റ്റ് പാർട്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഫോർമുല ഉണ്ടാക്കേണ്ട പാർട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് പാർട്ട് നോക്കിയേ, ദ സം ഈസ് ഈക്വൽ ടു 60 years. ഇത് നമുക്ക് വേണ്ട ഒരു പാർട്ടാണ്. അടുത്തത് 6 years ago, the age of the father was 5 times the age of the son. ഓക്കെ, ഈ രണ്ട് പാർട്ടാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. നമുക്ക് ഇക്വേഷനിലേക്ക് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം ഞാൻ എന്താണ്, സണ്ണിന്റെ ഏജ് x എടുത്തിട്ടുണ്ട്, ഫാദറിന്റെ ഏജ് y എടുത്തിട്ടുണ്ട്. അവരുടെ സം എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? സം ഈസ് 60, that is x plus y equal to 60. ഓക്കെ, ഇത് ഞാൻ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പൊ x plus y equal to 60 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത പോയിന്റിലേക്ക് വരാം. 6 years ago. 6 years ago എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉടനെ തന്നെ വരണം എന്താണ്? x-6ഉം y-6ഉം. ഓക്കെ, ഇനി 6 years ago എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്? ദ ഏജ് ഓഫ് ദ ഫാദർ, ഏജ് ഓഫ് ദ ഫാദർ എന്ന് പറയുമ്പോൾ y-6 ആണ് ഏജ് ഓഫ് ദ ഫാദർ, was 5 times the age of the son. That is y-6 equal to 5 into x-6. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ നേരത്തെ ചെയ്തതുപോലെ ഞാൻ ഈ y-യുടെ ഇക്വേഷൻ എന്തിലാണ്? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ. അപ്പൊ y-ക്ക് പകരം എന്തെഴുതാം? 60 - x -6 equal to 5 into x-6. That is, ഇവിടെ വരുന്നത് 60 - 6 എന്തായി? 54 - x equal to 5x - 30. നെക്സ്റ്റ് ഇതിന് നമ്മൾ ഈ -x റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിങ്ങൾ പ്ലസും മൈനസ് ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. -x ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ 6x equal to -30 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +84. ദാറ്റ് ഈസ് x equal to 14. ക്വസ്റ്റിലേക്ക് ഒന്നും കൂടി വരണം. നമ്മൾ ഈ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ 14 എന്തായാലും നിങ്ങൾ ആൻസർ കീയിൽ ഉണ്ടാവും. നിങ്ങൾ ആൻസർ കീയിലല്ല, നിങ്ങൾ ഓപ്ഷനിൽ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? 6 years from now, what will be the age of the son? അതായത്
പെർസെന്റേജ് അല്ല ചോദിച്ചിട്ടുള്ളത്. 6 വർഷത്തിന് ശേഷം ഈ മകന്റെ വയസ്സ് എത്രയായിരിക്കും? അപ്പൊ നമുക്ക് എക്സ് ആണ് മകന്റെ ഇപ്പോഴത്തെ വയസ്സ്, അതാണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 14 കിട്ടിയിട്ടുള്ളത്. അപ്പൊ 6 ഇയേഴ്സ് ആഫ്റ്റർ എന്ന് പറയുമ്പോഴേ നമുക്ക് എന്താണ് വരിക? ഫ്രം നൗ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ. അപ്പൊ എന്താണ് വരിക? 14 + 6 = 20. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 20 years. Next, A is 2 years older than B, who is twice as old as C. If the total of the ages of A, B and C be 27, how old is B? ഇവിടെ 3 ആളുടെ കേസ് പറയുന്നുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സും വൈയും സെഡ് എന്നായിട്ട് എടുക്കാം. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഒരാളുടെ പേരാണ്, 3 പേരുടെ പേരാണ് പറയുന്നതെങ്കിൽ അവരുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് റാം ആൻഡ് സുരേഷ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ രണ്ടാളുടെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ആറും എസും ആണ്. അപ്പൊ അവരുടെ ഏജ് ഡിനോട്ട് ചെയ്യാൻ നമുക്ക് എന്തെടുക്കാം? ആറും എസ് തന്നെ എടുക്കാം. എക്സും വൈയിലേക്ക് വരണമെന്നൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും. 6 കാണുമ്പോൾ മനസ്സിലാവും റാമിന്റേതാണ്, എസ് കാണുമ്പോൾ സുരേഷിനാണ്, പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോ മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൽ ആൾക്കാരുടെ പേരും സ്റ്റാർട്ടിംഗ് ലെറ്റർ ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് തരിക. ഒരു 4 പേരുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് സ്റ്റാർട്ടിംഗ് ലെറ്റർ വെച്ചിട്ടാണ് തരിക. അപ്പൊ നമുക്ക് അവരെ സ്റ്റാർട്ടിംഗ് ലെറ്റർ തന്നെ അവരെ എന്തായിട്ട് എടുത്താൽ മതി? ഏജ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ആരുടേതാണെന്നുള്ള കൺഫ്യൂഷൻ വരില്ല ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അപ്പൊ ഞാൻ ഇവിടെ ആ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എ ഈസ് 2 years older than ബി. അപ്പൊ എയുടെ ഏജിനെ ഞാൻ എ തന്നെ വിളിച്ചില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാഞ്ഞത്. അപ്പൊ എ ഈസ് 2 year older than ബി എന്ന് പറയുമ്പോൾ എ എന്താണ്? ബിയേക്കാൾ 2 വയസ്സ് കൂടുതലാണ്. അപ്പൊ എന്താ വരിക? A = B+2 കിട്ടി. അടുത്തത് ഹു ഈസ് ടോയ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പാർട്ട് ഇതാണ്, ഒരു പാർട്ട് ഹു ഈസ് ടോയ്സ് ഓൾഡ് ആസ് സി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഹു ഈസ് ടോയ്സ് ഓൾഡ് ആസ് സി ആണ്. അപ്പൊ ഹു ഈസ് എന്ന് പറയുമ്പോൾ ബി ഈസ് ടോയ്സ് ഓൾഡ് ആസ് സി. അപ്പൊ ബി = എന്ത് കിട്ടും? ബി ടോയ്സ്, അതായത് 2 times ആണ് പറയുന്നത്. 2 times എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ 2 × C, ദാറ്റ് ഇസ് ബി = 2 × C. Okay, next point എന്താണ്? If the total ages of A, B, C = 27, that is A + B + C = 27. ഓക്കെ, ഇനി ബിയുടെ ഏജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ എനെയും സിനെയും ഒക്കെ ബിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം ഉണ്ടാവുക. ഓക്കെ, കാരണം ബിയുടെ ഏജ് ചോദിച്ചത് കൊണ്ട് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏത് കണ്ടുപിടിച്ചാലും തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എനെയും സിനെയും കൂടി എന്തിലേക്ക് മാറ്റി? ബിയിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അപ്പൊ എ ഓൾറെഡി ഇൻ ടേംസ് ഓഫ് ബി ആണല്ലോ, A = B+2 കൊടുക്കാം. ഇനി സിനെ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റാം? ബിയിലേക്ക് മാറ്റാം. അപ്പൊ ബി = 2C ആണ്. ദാറ്റ് മീൻസ് C = B/2. അപ്പൊ നമ്മൾ ഈ കിട്ടിയിട്ടുള്ള ഈ രണ്ടും നമ്മൾ A + B + C = 27 എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്ക് പകരം B+2, ബിക്ക് പകരം ബി തന്നെയാണ്. നമ്മൾ ബിയിലേക്കാണ് എല്ലാം കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ സി എന്ത് കിട്ടിയിട്ടുണ്ട്? B/2 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് B+2 + B + B/2. ദാറ്റ് ഇസ് B+2 + B + B/2 = 27. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ B + B + B/2 അത് 3 കൂട്ടിയിട്ട് 5/2 എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുക ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ മാത്സ് അത്ര ചെയ്ത് ശീലമില്ലാത്ത കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2B + 4 + B + B മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 54 വരും. അപ്പൊ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? 4B അല്ലെ, 2B + B + B. ദാറ്റ് ഇസ് സോറി, ഇവിടെയും കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. ഇവിടെയും കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2B + 4 ഇവിടെയും കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2B + B = 54. അതായത് 2B + ദാറ്റ് ഇസ് 5B. 5B = 54 - 4 അല്ലേ വരിക? ദാറ്റ് ഇസ് 50. ദാറ്റ് ഇസ് B = എത്ര കിട്ടും? നമുക്ക് 10 കിട്ടും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള ആൻസറും. B = 10. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബിന്റെ പ്രസന്റ് ഏജ് തന്നെയാണ്. അപ്പൊ അതന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. B = 10. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? B = 10 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of ages of 5 children born at the intervals of 3 years each is 50 years.
വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ യങ്ങസ്റ്റ് ചൈൽഡ്. ഇത് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ അതായത് സം ഓഫ് ഏജസ് ഓഫ് 3 ചിൽഡ്രനോ 5 ചിൽഡ്രനോ 7 ചിൽഡ്രനോ അത് ഓഡ് ആണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നോക്കുക, 5 കുട്ടികളുടെ വയസ്സിന്റെ സമ്മ്, അവർ ആ കുട്ടികളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ ബോൺ അറ്റ് 3 ഇയേഴ്സ് ഓഫ് ഇന്റർവെൽസ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഏജിന്റെ ഡിഫറൻസ് എത്രയാണ്? 3 ഇയേഴ്സ് ഗ്യാപ്പ് ആണുള്ളത് 5 ചിൽഡ്രനും. അപ്പോൾ അതിന്റെ സമ്മാണ് എത്ര പറഞ്ഞിട്ടുള്ളത്? 50 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാം യങ്ങസ്റ്റ് ചൈൽഡിന്റെ എക്സ് എടുക്കാം, എന്നിട്ട് x+5 3 ഇയേഴ്സ് ഗ്യാപ്പ് അല്ലേ, അപ്പൊ അടുത്തത് x+3 x+6 x+9 ഇങ്ങനെ എഴുതി പോവാം. പക്ഷെ അതിനേക്കാളും എളുപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്കൊരു നടുക്കൊരു കുട്ടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാനിത് C1 C2 C3 എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ 1, ചൈൽഡ് 1 ചൈൽഡ് 2 ചൈൽഡ് 3 അങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് C5 വരെ. അതിൽ യങ്ങസ്റ്റിനെയാണ് ഞാൻ C1 ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, എൽഡസ്റ്റിനെയാണ് ഞാൻ C5 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മിഡിലിൽ വരുന്ന കുട്ടിയുടെ ഏജ് ആണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. മിഡിലിൽ വരുന്ന കുട്ടിയുടെ ഏജ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ കിട്ടുന്നൊരു ഗുണമുണ്ട്, നമുക്ക് അന്നേരം ആ കുട്ടീനേക്കാളും മൂത്ത കുട്ടിയിലേക്ക് പോകുമ്പോൾ എത്രയാ വരിക? x+3 വരും. അടുത്ത കുട്ടിയിലേക്ക് പോകുമ്പോൾ പിന്നെയും 3 കൂടും, അപ്പൊ x+6 വരും. അതുപോലെ ആ കുട്ടീനേക്കാളും ഇളയ കുട്ടിയിലേക്ക് വരുമ്പോൾ എക്സ് എത്രയാവും? ആ കുട്ടിയുടെ ഏജ് x-3 ആവും. അതിനേക്കാളും നെക്സ്റ്റ് കുട്ടിയിലേക്ക് വരുമ്പോൾ x-6 ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഇവരെ സമ്മാണ് എപ്പോഴും നമുക്ക് തരിക. അപ്പൊ ഈ സമ്മാണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 50 തന്നിട്ടുള്ളത്. അപ്പൊ സം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ -3 + 3 ഇത് രണ്ടും പോയി -6 + 6. അപ്പൊ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 5x കിട്ടുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ വേറെ നമ്പേഴ്സ് ഒന്നും വരില്ല. 5x = 15 വരും. ദാറ്റ് ഈസ് x = 10. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കംപ്ലീറ്റ് ആൻസറിലേക്ക് വന്നിട്ടില്ല. നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു ഗുണം ഇതാണ്. അപ്പൊ നിങ്ങൾ ഇനി എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രം മതി. നിങ്ങളോട് ഇപ്പം ദ സം ഓഫ് 7 ചിൽഡ്രൻ ആണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെടുക്കാം? 7x = എത്രയാണോ തന്നത് 70 ആണെങ്കിൽ 7x = 70 എടുക്കാം. വേറെ ഇങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 7x = 70 എടുക്കാം. അപ്പൊ x എന്ത് കിട്ടും? 7 കിട്ടും. ഓക്കെ, ഈ സ്റ്റെപ്സിലേക്കൊന്നും വരണ്ട. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ എന്തായാലും ഒന്ന് ബാക്കി വരും. ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈവൻ നമ്പർ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ x 10 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഏജ് ഓഫ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ആണ്. അപ്പൊ യങ്ങസ്റ്റ് ചൈൽഡിന്റെ ഏജ് എത്രയാണ്? x-6 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്? 10 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കാതെ പോയി 10 ക്ലിക്ക് ചെയ്യരുത്. x-6 ആണ്. അപ്പോഴെത്രയാ വരിക? 10 - 6 ദാറ്റ് ഈസ് 4 ഇയേഴ്സ്. അതാണ് യങ്ങസ്റ്റ് ചൈൽഡിന്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഈ ഓഡ് നമ്പർ ആണെങ്കിൽ 5 ചിൽഡ്രൻ അല്ലെങ്കിൽ 7 ചിൽഡ്രൻ അങ്ങനെ ഈവൻ ഓഡ് നമ്പർ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രം മതി നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസന്റ് ഏജസ് ഓഫ് ബഷീർ ആൻഡ് അമൽ are in the ratio 5:4 respectively. 3 years hence, the ratio of their ages will become 11:9. What is Amal's present age? ഈ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. ആദ്യം ഇവരെ തമ്മിലുള്ള ബഷീറിന്റെയും അമലിന്റെയും റേഷ്യോ 5:4 ആണ് ഇപ്പോഴുള്ള റേഷ്യോ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്താ എടുക്കേണ്ടത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബഷീറിന്റെ ഏജ് എന്തായിട്ട് എടുക്കണം? 5x ആയിട്ട് എടുക്കണം. അമലിന്റെ ഏജ് എന്തായിട്ട് എടുക്കണം? 4x ആയിട്ട് എടുക്കണം. അതാണ് ഇവിടെ 5x-ഉം 4x-ഉം. ഈ ഓർഡർ മാറാൻ പാടില്ല. ബഷീർ ആൻഡ് അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഷീറിന്റെതാണ് ഈ 5 ഉദ്ദേശിച്ചത്, അമലിന്റെതാണ് 4 ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അതെന്താണ്? 5x-ഉം 4x-ഉം എടുത്തു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? 3 years hence. 3 years hence means after 3 years. അപ്പൊ ആഫ്റ്റർ 3 years ഇവരെ ഏജ് എന്താവും? അതാണ് മനസ്സിലാദ്യം ചിന്തിക്കേണ്ടത്. ആഫ്റ്റർ 3 years ഇവരെ ഏജ് എന്താവും? ബഷീറിൻ്റെത് 5x + 3-ഉം അമലിൻ്റെത് എത്രയാണ്? 4x + 3-ഉം ആവും. ഓക്കെ, അപ്പൊ അന്നേരം എന്താ സംഭവിക്കുന്ന പറഞ്ഞത്? ദ റേഷ്യോ ഓഫ് ദർ ഏജസ് വിൽ ബിക്കം 11:9. അപ്പൊ ഇവരെ റേഷ്യോ എത്രയായിട്ട് മാറുന്ന പറഞ്ഞത്? 11:9 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 5x + 3. ഇത് നിങ്ങൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ പഠിച്ചതാണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 11/9. ഓക്കെ, 5x + 3 / 4x + 3 = 11/9. ഇതാണ് നമ്മൾ റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്കിനി ജസ്റ്റ് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 5x + 3 / 4x + 3 = 11/9. ഇത് സാധാരണ നമ്മൾ സോൾവ് ചെയ്യുന്ന എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മൾ ഇങ്ങോട്ടേക്കും
ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 9 ആണുള്ളത്. ദാറ്റ് ഈസ് 9 into 5x plus 3 equal to 11 into 4x plus 3. That is 45x plus 27 equal to 44x plus 33. എക്സിന് നമുക്ക് ഈ എക്സിന് 44x ഇങ്ങോട്ടേക്ക് എടുക്കാം. ദാറ്റ് ഈസ് എക്സ് 45x minus 44x ആണ്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ഈ 27 റൈറ്റിലേക്ക് എടുക്കുമ്പോൾ 33 minus 27 which is equal to 6. അപ്പൊ നമുക്ക് എക്സ് എന്ത് കിട്ടിയിട്ടുണ്ട്? 6 കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും നമ്മൾ ക്വസ്റ്റിനിലേക്ക് ഒന്ന് നോക്കണം. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് അമൽസ് പെർസെന്റേജ്? അപ്പൊ അമലിന്റെ പെർസെന്റേജ് നമ്മൾ എന്താണ് വിളിച്ചിട്ടത്? 4x ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് 6 ആണ്. ദാറ്റ് ഈസ് 4x equal to 24 years. അപ്പൊ ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, അപ്പൊ റേഷ്യോ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നിരിക്കുന്ന റേഷ്യോനനുസരിച്ച് നമ്മൾ അവരുടെ ഏജിന് ഇപ്പൊ 5:4 ആണെങ്കിൽ നമ്മൾ അവരുടെ ഏജിന് എന്ത് വിളിക്കണം? 5x 4x. ഓക്കെ, എന്നിട്ട് അതിനുശേഷം വേറൊരു റേഷ്യോ അല്ലെങ്കിൽ വേറൊരു റിലേഷനോ തരും. അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം. എന്നിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൃഷ്ണാസ് ഏജ് ആഫ്റ്റർ 15 years will be 5 times his age 5 years back. What is the percentage of Krishna? കൃഷ്ണയുടെ വയസ്സ് ആഫ്റ്റർ 15 years 15 വർഷത്തിന് ശേഷം. അപ്പൊ അതൊരു പോയിന്റ് ആണ്. 15 വർഷത്തിന് ശേഷം will be 5 times his age 5 years back. അതായത് 5 വർഷം മുന്നേറ്റതിന്റെ 5 മടങ്ങ് 5 times. ഓക്കെ, അപ്പൊ 2 പാർട്ട് കിട്ടാം നമുക്ക്. ഇപ്പൊ കൃഷ്ണയുടെ പ്രസന്റേജിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. അത് എക്സ് എന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി ആഫ്റ്റർ 15 years എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം? ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 15. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട് നോക്കാം. 5 times his age 5 years back. അപ്പൊ ആദ്യം 5 years back എന്താണ്? എക്സ് മൈനസ് 5 times. ഓക്കെ, will be means they are equal. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. That is x plus 15 equal to 5 into x minus 5. That is solve ചെയ്യുമ്പോൾ എന്താണ് വരിക? x plus 15 equal to 5x minus 25. That is 4x. ഇതിന് ഈ x നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു. That is 4x equal to ഈ 25നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 40 കിട്ടും. That is x equal to 10. x 10 കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കുക. എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രസന്റ് ഏജ് ഓഫ് കൃഷ്ണ തന്നെയാണ്. നമ്മൾ എക്സ് തന്നെയാണ് പ്രസന്റ് ഏജ് ആയിട്ട് എടുത്തിട്ടുള്ളത്. Therefore x equal to 10 is the answer. That is Krishna's present age എത്രയാണ്? 10 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് രണ്ടാളുടെ വരുന്നതാണ്. സീത ഈസ് 40 years old. അവരുടെ ഏജ് നമുക്ക് തന്നിട്ടുണ്ട്. കമല ഈസ് 60 years old. രണ്ടാളുടെയും ഏജ് നമുക്ക്, അത് പ്രസന്റ് ഏജ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി ഇയേഴ്സ് എഗോ വാസ് ദ റേഷ്യോ ഓഫ് ദർ ഏജസ് വാസ് 3:5. ക്വസ്റ്റ്യൻ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അവരുടെ സീതയുടെയും കമലയുടെയും പ്രസന്റ് ഏജ് തന്നിട്ടുണ്ട്. 40യും 60യും ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? എത്ര വർഷം മുന്നേയാണ് അവരുടെ ഏജ് 3:5 എന്ന റേഷ്യോയിൽ വരുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് അറിയേണ്ടത്? അവരുടെ ഏജ് അല്ല കണ്ടുപിടിക്കേണ്ടത്, എത്ര വർഷം മുന്നെയാണ് അവരുടെ റേഷ്യോ ഇങ്ങനെ ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവരുടെ പ്രസന്റ് ഏജ് നമ്മുടെ അടുത്തുണ്ട്. എത്രയാണ്? 40യും 60യും. ഓക്കെ, ഇനി എത്ര വർഷം മുമ്പെയാണ് അവരുടെ റേഷ്യോ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാത്ത കാര്യമാണ് എത്ര വർഷം മുന്നേ എന്നുള്ളത്. അപ്പൊ അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? എക്സ് എന്ന് വിളിക്കുന്നത്. എത്ര വർഷം മുന്നേ, അതായത് നമ്മളിപ്പോ വിചാരിക്കേണ്ടത് എന്താണ്? എക്സ് വർഷം മുന്നെയാണ്, എക്സ് വർഷം, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. എക്സ് ഇയേഴ്സ് മുന്നെയാണ് അവരുടെ റേഷ്യോ 3:5 എന്ന റേഷ്യോയിലേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഈ 40 ഏജിലുള്ള ആൾ എത്ര വയസ്സായിരിക്കും അവർക്ക് എപ്പോഴുണ്ടാവുക? എക്സ് വർഷം മുന്നേ 40 മൈനസ് എക്സ് ആയിരിക്കും. അതുപോലെ 60 ഇയേഴ്സുള്ള ആളുടെ എക്സ് വർഷം മുന്നേത്തെ ഏജ് എത്രയായിരിക്കും? 60 മൈനസ് എക്സ് ആയിരിക്കും. അതായത് ഒരാളുടെ 40 മൈനസ് എക്സും അടുത്ത ആളുടെ 60 മൈനസ് എക്സും ആണ്. ഓക്കെ, അപ്പൊ ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് 3:5 നമുക്ക് വേണ്ടത്. അപ്പൊ ഇവരുടെ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 40 മൈനസ് എക്സ് ബൈ 60 മൈനസ് എക്സ് ഈക്വൽ ടു
3/5. ഈ ഓർഡർ മാറിപ്പോരുത്. ഈ 40-ലാണ് നമുക്ക് 3 വരുന്നത്, 60-ലാണ് 5 വരുന്നത്. അപ്പൊ 40 മൈനസ് എക്സ് ബൈ 60 മൈനസ് എക്സ് ഈക്വൽ ടു 3/5. ഇന്നത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 40 മൈനസ് എക്സ് ഇൻറ്റു 5 ഈക്വൽ ടു 3 ഇൻറ്റു 60 മൈനസ് എക്സ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, നമുക്ക് 40 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 200 വന്നിട്ടുണ്ട്. 200 മൈനസ് 5x ഈക്വൽ ടു എന്താ വരിക, ഇവിടെ 180 വരും. 3 ഇൻറ്റു 60 180 മൈനസ് 3x. ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്താണ് ഈ 5xന് അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. 5xന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എന്ത് കിട്ടി, 2x കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 180നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ദാറ്റ് ഇസ് 200 മൈനസ് 180 വിച്ച് ഇസ് ഈക്വൽ ടു 20. അപ്പൊ എക്സ് എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്, എക്സ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായത് എന്താണ്, 10 ഇയേഴ്സ് മുന്നെയാണ് ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയായിട്ട് മാറുന്നത്, 3:5 എന്ന റേഷ്യോയിലേക്ക് വരുന്നത്. നമ്മുടെ ആൻസർ എന്താണ്, 10 ആണ്. ദാറ്റ് ഈസ് ദ ഏജസ് ആർ വേർ ഇൻ ദ റേഷ്യോ 3:5 ബിഫോർ, എപ്പോഴാണ്, ബിഫോർ 10 ഇയേഴ്സ്. 10 വർഷം മുന്നെയാണ് അവരുടെ റേഷ്യോ 3:5 എന്ന റേഷ്യോയിലേക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം നിങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻവിൻസ് പ്രസന്റ് ഏജ് ഈസ് 2/5 ഓഫ് ഹിസ് മദർ. അപ്പൊ ഇതാണ് നമ്മളെ ഒരു പാർട്ട്. ആഫ്റ്റർ 8 ഇയേഴ്സ് ഹി വിൽ ബി 1/2 ഓഫ് ദ ഏജ് ഓഫ് ഹിസ് മദർ. ഹൗ ഓൾഡ് മദർ അറ്റ് പ്രസന്റ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി അതിനുശേഷം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ആൻവിനും ഉണ്ട്, മദറും ഉണ്ട്. അപ്പൊ ആൻവിന്റെ ഏജിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, മദറിന്റെ ഏജിനെ വൈ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ആൻവിന്റെ പ്രസന്റ് ഏജ്, അതായത് എക്സ് എന്ന് പറയുന്നത് മദറിന്റെ ഏജിന്റെ 2/5 ആണ്. അതായത് 2/5 ടൈംസ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ എഴുതേണ്ടത്, 2/5 ഇൻറ്റു വൈ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, എക്സ് ഈക്വൽ 2/5 ഇൻറ്റു വൈ. നെക്സ്റ്റ് നോക്കാം, ആഫ്റ്റർ 8 ഇയേഴ്സ്. ആഫ്റ്റർ 8 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് എന്താണ്, എക്സും 8 ഇയർ കൂടുന്നുണ്ട്, അതുപോലെ വൈയുടെയും 8 ഇയർ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 8 വർഷത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്, ഹി വിൽ ബി 1/2 ഓഫ് ദ ഏജ് ഓഫ് ദ മദർ. അതായത് മദറിന്റെ ഏജിന്റെ പകുതിയാണ്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മദേഴ്സ് ഏജ്. നമ്മൾ 2 ഇക്വേഷനും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആകെ ആവശ്യം ഈ 2 ഇക്വേഷൻസ് മാത്രമാണ്, ഈ സ്റ്റെപ്സ് ഒന്നും വേണ്ട വേറെ. ഇതിന് ജസ്റ്റ് സോൾവ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇവിടെ വരുമ്പോൾ എക്സ് ഈക്വൽ 2/5 ഇൻറ്റു വൈ ആണ്. മദറിന്റെ ഏജ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കെല്ലാം വൈയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പൊ ഞാനിവിടെ ആദ്യം 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ് ത്രൂ ഔട്ട്, എന്നാൽ ഈ 2 ക്യാൻസൽ ആയിക്കോളല്ലോ. അപ്പോൾ 2x + 16 ഈക്വൽ ടു y + 8 ആണ്. ഇനി 2ന് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുക, അല്ല സോറി, എക്സിന് ഈ ഇക്വേഷൻ കൊടുക്കുകയാണ്. 2/5 ഇൻറ്റു വൈ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്താ വരിക, 2 ഇൻറ്റു 2/5 ഇൻറ്റു വൈ പ്ലസ് 16 ഈക്വൽ ടു y + 8. അപ്പൊ 4/y. ഇപ്പൊ ഞാൻ y കൊണ്ടും കൂടി ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്, നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഈ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. ഈ 2 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ കാണിച്ചു തരാത്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 4/5 ഇൻറ്റു വൈ പ്ലസ് 16 ഈക്വൽ ടു y + 8 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളെ താല്പര്യമാണ് ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ എന്താണ് ഈ ഫോമിൽ വരുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിമ്പിളായി ചെയ്യാൻ പറ്റും. അത് പരിചയമുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താലും മതി. അപ്പൊ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, 40 ഈക്വൽ ടു 5y പ്ലസ് 80 അല്ലേ, 80. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഈ 4y നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ y ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്, 40. ഈ 40 നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ 80 മൈനസ് 40 വരും. ദാറ്റ് ഇസ് y ഈക്വൽ ടു 40. അപ്പോൾ നമുക്ക് y എന്ത് കിട്ടിയിട്ടുണ്ട്, 40 കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ക്വസ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ഹൗ ഓൾഡ് ഇസ് ദ മദർ അറ്റ് പ്രസന്റ് ആണ്. അപ്പോൾ മദറിന്റെ ഏജ് ആണ് നമ്മൾ 40 ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇത് തന്നെയാണ്, മദേഴ്സ് പ്രസന്റ് ഏജ് ഈസ് ഈക്വൽ ടു 40 ഇയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് question. Consider 2 siblings
one of them is elder than the other by 20 years. 10 years ago, the elder one was twice the age of the younger one. What is the age of the elder person? ഇതുപോലെ നമുക്ക് രണ്ട് സഹോദരങ്ങളുണ്ട്. ഒരാള് എന്തായാലും മൂത്തതും ഒരാള് യങ്ങറും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരാളുടെ ഏജ് എക്സ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എക്സും വൈയും എടുക്കാതെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ എക്സ്, ഒരാളുടെ ഏജ് എക്സ്, അല്ലെങ്കിൽ ഒരാളുടെ ഏജ് വൈ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ എൽഡറിന്റെ ഏജ് അവ തമ്മിലുള്ള റിലേഷൻ വെച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നോക്കി ഇവിടെ വൺ ഓഫ് ദം ഈസ് എൽഡർ ദാൻ ദ അതർ ബൈ 20 years. അപ്പോൾ യങ്ങറിന്റെ ഏജ് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എൽഡറിന്റെ ഏജ് അപ്പൊ എന്താ വരിക? അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പൊ മൂത്തയാളുടെ വയസ്സ് എത്രയായിരിക്കും? എക്സ് പ്ലസ് 20 ആയിരിക്കും. അപ്പൊ ഞാൻ വൈന്ന് പ്രത്യേകിച്ച് എടുത്ത് വിളിച്ചില്ല, എക്സ് പ്ലസ് 20 തന്നെ കൊടുത്തു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇവിടെ മസ്റ്റായി നിങ്ങൾ ശ്രദ്ധിക്കണം. 10 years ago എന്ന് പറയുമ്പോൾ മൂത്തയാളുടെ ഇളയാളുടെ ഏജ് എന്താവും? എക്സ് മൈനസ് 10 ആവും. ഓക്കെ, അതുപോലെ തന്നെ എൽഡർ പേഴ്സന്റെ ഏജ് എന്താവും? എക്സ് പ്ലസ് 20 മൈനസ് 10. അവരുടെ ഏജ് ആണ് എക്സ് പ്ലസ് 20. അപ്പോൾ പ്രസന്റ് ഏജ് ആണത്. അതിന്റെ അകത്ത് എത്ര കുറക്കണം? 10 കുറക്കണം, 10 മൈനസ് ചെയ്യണം. അപ്പൊ എക്സ് പ്ലസ് 20 മൈനസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. അപ്പൊ ഇത് രണ്ടും മറന്നു പോയത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതെന്താണ്? ഇത് രണ്ടാളുടെ ഏജും 10 years ago ഉള്ള ഏജ് ആണ്. ഒന്ന് എക്സ് മൈനസ് 10ഉം ഒന്ന് എക്സ് പ്ലസ് 10ഉം. ഓക്കെ, അപ്പൊ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 10 years ago, 10 വർഷം മുമ്പേ എന്താ ഉണ്ടാവുക പറഞ്ഞിട്ടുള്ളത്? എൽഡർ വൺ വാസ് ട്വൈസ് ദ ഏജ് ഓഫ് ദ യങ്ങർ വൺ. അപ്പൊ എൽഡർ വൺ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 ആണ്. അയാളുടെ ഏജ് എന്ന് പറയുന്നത് 2 into ട്വൈസ് ദ ഏജ് ഓഫ് ദ യങ്ങർ വൺ, ദാറ്റ് ഇസ് 2 into എക്സ് മൈനസ് 10. ഓക്കെ, ഇത് ജസ്റ്റ് സിമ്പിൾ ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 30 കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റിനിലേക്ക് ഒന്നും കൂടി വരാം. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ എൽഡർ പേഴ്സൺ? വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ എൽഡർ പേഴ്സൺ? നമുക്ക് എക്സ് കിട്ടിയിട്ടുള്ള എത്രയാണ്? യങ്ങർ പേഴ്സന്റെ ഏജ് ആണ് എക്സ്. അപ്പോൾ എൽഡർ വണ്ടെ ഏജ് എത്രയാണ്? എക്സ് പ്ലസ് 20, ദാറ്റ് ഇസ് 50 years. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുന്ന ആ രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ എക്സും വൈയും എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ എക്സും ആ റിലേഷൻ ഉപയോഗിച്ചിട്ട് അടുത്തയാളുടെ ഏജ് ഉണ്ടാക്കിയിട്ടും ചെയ്യാം. നെക്സ്റ്റ്, എ മദർ said to a daughter, I was as old you are at the time of your birth. If the mother's age is now 38 years, what was the age of the daughter 5 years back? ക്വസ്റ്റ്യൻ നോക്കാം. ഒരമ്മ മകളോട് പറഞ്ഞതാണ് I was as old you are at the time of your birth. അതിന്റെ മീനിങ് എന്താണ്? നിന്റെ ജനന സമയത്ത് നിന്റെ വയസ്സായിരുന്നു എനിക്ക്, അതായത് നിനക്ക് ഇപ്പോഴുള്ള വയസ്സായിരുന്നു നിന്റെ ജനന സമയത്ത് എനിക്കുണ്ടായത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മദറിന്റെ ഇപ്പോഴത്തെ ഏജ് 38 ആണ്. പക്ഷെ എന്താ മദർ പറയുന്നത്? നിന്റെ ജനന സമയത്ത്, നിന്റെ ബർത്തിന്റെ സമയത്ത് എനിക്ക് ഇപ്പോഴുള്ള വയസ്സാണ് എനിക്കുണ്ടായത്, എനിക്ക് ആ സമയത്ത് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റിലേക്ക് എന്നിട്ട് വരാം. വാട്ട് വാസ് ദ ഏജ് ഓഫ് ദ 5 years ബാക്ക് എന്നിട്ടേക്ക് വരാം. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നമ്മള് ഡോട്ടറിന്റെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം മദറിന്റെ ഏജ് ഓൾറെഡി തന്നിട്ടുണ്ട്, 38 years ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, മദറിന്റെ ഏജ് 38 years ആണ്. ഡോട്ടറിന്റെ ഏജ് എത്രയാണ്? പ്രസന്റ് ഏജ് എക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എവിടുത്തെ കാര്യമാണ് സംസാരിക്കേണ്ടത്? ബർത്ത് ടൈമിലുള്ള കാര്യം. അപ്പൊ സാധാരണ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നോർമലി ഇത്ര നേരം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ്? 5 വർഷം മുമ്പേ അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്ര വർഷം മുമ്പേ എന്ന് പറഞ്ഞിട്ടില്ല, അറ്റ് ദ ടൈം ഓഫ് യുവർ ബർത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അറ്റ് ദ ടൈം ഓഫ് യുവർ ബർത്ത് ആണ്. അപ്പൊ ഇപ്പൊ ആ കുട്ടിക്ക് എത്ര വയസ്സായി? ആ കുട്ടിക്ക് ഇപ്പൊ ആയ വയസ്സാണ് എക്സ് ഇയേഴ്സ്. ഓക്കെ, അപ്പൊ ആ കുട്ടിന്റെ ബർത്ത് സമയം എന്ന് പറയുമ്പോൾ എത്ര വർഷം മുന്നേ ആയിരിക്കും? നമ്മുടെ ഇപ്പോഴത്തെ വയസ്സ് 20 ആണെങ്കിൽ ഞാൻ ജനിച്ചത് എത്ര വർഷം മുമ്പേ ആണ്? അപ്പോൾ 20 വർഷം മുന്നേ അല്ലേ? അപ്പോ ഈ കുട്ടിയുടെ ഏജ് ഇപ്പോഴും എക്സ് ആണെങ്കിൽ ഈ കുട്ടി ജനിച്ചത് എത്ര വർഷം മുമ്പേ ആയിരിക്കും? എക്സ് ഇയേഴ്സ് മുന്നേ ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സ് ഇയേഴ്സ് മുന്നേ ആണെങ്കിൽ മദറിന്റെ ഏജ് എത്രയാണ്? 38 ആണ് മദറിന്റെ ഇപ്പോഴത്തെ ഏജ്. അപ്പൊ എക്സ് ഇയേഴ്സ് മുന്നേ മദറിന്റെ ഏജ് എത്രയാണ്? 38 മൈനസ് എക്സ്. അതായത് ബർത്തിന്റെ ടൈമിൽ, അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ഓഫ് ദ ഡോട്ടർ, മദറിന്റെ ഏജ് എത്രയാണ്? 38 മൈനസ് എക്സ് ആണ്. ഓക്കെ, അതെന്താന്നാ പറഞ്ഞിട്ടുള്ളത്? ആ ഏജ് നിന്റെ ഇപ്പോഴത്തെ ഏജ് ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മകളുടെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്? എക്സ് ആണ്. അപ്പൊ ഈ 38 മൈനസ് എക്സ് എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. മദറിന്റെ ഏജ്
ഡെലിവറി സമയത്ത്, അതായത് മകളുടെ ജനന സമയത്ത് എക്സ് വർഷം മുന്നെയാണ്. അപ്പോഴും എത്രയാണ് വരിക? 38 മൈനസ് എക്സ് ആണ് വരിക. എക്സ് വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 38 മൈനസ് എക്സ് വന്നു. അപ്പോൾ അന്നേരം എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്? ആ സമയത്തെ എന്റെ വയസ്സ്, മദറിന്റെ വയസ്സ് മകളുടെ ഇപ്പോഴത്തെ വയസ്സാണ്. അപ്പൊ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? എക്സ് ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ അതിന്റെ മീനിങ്? അപ്പൊ 38 മൈനസ് എക്സ് ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 38, that is x equal to 19. അപ്പോൾ മകളുടെ ഇപ്പോഴത്തെ വയസ്സാണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? x equal to 19 കിട്ടിയിട്ടുള്ളത്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മളോട് ചോദിച്ചത് എന്താണ്? The age of the daughter 5 years back. ഓക്കെ, പ്രസന്റ് ഏജ് അല്ല ചോദിച്ചത്, 5 years back ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 19 മൈനസ് 5 ചെയ്യണം. എത്രയാണ് വരിക? 19 മൈനസ് 5 ഈക്വൽ ടു 40. 19 മൈനസ് 5 ആണ് വരിക. 19 മൈനസ് 5 എത്ര വരും നമുക്ക്? 14 ഇയേഴ്സ്. അപ്പൊ 5 വർഷം മുമ്പത്തെ മകളുടെ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 14 ഇയേഴ്സ് ആണ്. അതാണ് നമ്മളെ ആൻസർ. നെക്സ്റ്റ്, the average age of husband, wife and their child, മൂന്നാളുടെ വയസ്സാണ് പറഞ്ഞിട്ട് 3 years ago was 27 years. അപ്പൊ അതൊരു പാർട്ടായിട്ട് എടുക്കാം. The average age of husband, wife and their child 3 years ago was 27 years, and that of wife and child 5 years ago was 20 years. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് വരാം. ദ ആവറേജ് ഏജ് ഓഫ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചൈൽഡ്. ഞാനിവിടെ ഹസ്ബൻഡ് ഏജ് എച്ച് തന്നെ WC ഇങ്ങനെ തന്നെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആവറേജ് ഏജ് ഓഫ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദർ ചൈൽഡ് എപ്പോഴാണ്? 3 years ago ആണ്. അത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. 3 years ago. അപ്പൊ 3 വർഷം മുമ്പേ ഇവരുടെ വയസ്സ് എത്രയായിരിക്കും? H-3, W-3, C-3. മൂന്നാളുടെ വയസ്സ് 3 വെച്ച് കുറഞ്ഞു. ഓക്കെ, അവരുടെ ആവറേജ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് മൂന്നും കൂട്ടുന്നു, എത്ര പേരുണ്ടോ അത്ര വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ H- ആവറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഓർഡറിൽ നിങ്ങൾക്ക് എടുത്ത സെഷൻ ആണ്. അപ്പൊ H-3, W-3 പ്ലസ് C-3 ഡിവൈഡ് ബൈ നമ്പർ. എത്ര നമ്പർ ആണ്? മൂന്നാളുടെ ആണുള്ളത്. അപ്പൊ ഡിവൈഡ് ബൈ 3. അത് എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 27. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു 27. അപ്പൊ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ സോൾവ് ചെയ്തതാണത്. H പ്ലസ്, ഇവിടെ നോക്കിയാൽ H പ്ലസ് W പ്ലസ് C, മുകളിൽ H W C, പിന്നെ -3 അപ്പൊ എത്ര വരും? -9. പിന്നെ 3 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 81. ദാറ്റ് ഈസ് H പ്ലസ് W പ്ലസ് C ഈക്വൽ ടു 9 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 90. ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ പാർട്ട് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാം. ആൻഡ് ദാറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ആവറേജ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി വായിക്കുക. The average age of husband, wife and their child 3 years ago was 27 years, and that of. അപ്പൊ എന്താണ്? ആവറേജ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. ആവറേജ് ഓഫ്, പിന്നെ ആരൊക്കെ ആവറേജാ പറയുന്നത്? വൈഫിൻ്റെതും ചൈൽഡിൻ്റെതും. പക്ഷെ എത്ര ഇയേഴ്സ് ആണ്? 5 years മുന്നത്തെ കാര്യം തന്നെയാണ് പറയുന്നത്. 5 വർഷം മുന്നത്തെ ഏജ് ആണ് പറയുന്നത്. വാസ് 20 years. അപ്പൊ വൈഫിന്റെ ഏജ് എന്ത് വരും? 5 വർഷം മുമ്പേ. ഇപ്പോഴത്തെ ഏജ് W ആണ്. 5 വർഷം മുമ്പേ എന്ന് പറയുമ്പോൾ W-5 വരും. ചൈൽഡിന് ഇപ്പോഴത്തെ ഏജ് എന്ത് വരും? ചൈൽഡിന്റെ ഇപ്പോഴത്തെ ഏജ് C ആണ്. 5 വർഷം മുന്നേ എന്ത് വരും? C-5 വരും. ഇവരുടെ ആവറേജ് അപ്പോഴെന്താ വരിക? ഇവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 2 കൂട്ടാനുള്ളൂ. സോ ഡിവൈഡ് ബൈ 2. എത്ര നമ്പേഴ്സ് ആണോ മുകളിലുള്ളത്, എത്ര പേരെടുത്താണോ ഡിവൈഡ് ബൈ ചെയ്യേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 20 ആണ്. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ താഴെ സോൾവ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. W-5 പ്ലസ് C-5 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 20. നേരത്തെ ചെയ്തതുപോലെ തന്നെ W പ്ലസ് C-10 ഈക്വൽ ടു 40. ദാറ്റ് ഈസ് W പ്ലസ് C ഈക്വൽ ടു 50. നോക്കിയേ, നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹസ്ബൻഡ് പെർസെന്റേജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ദ പെർസെന്റേജ് ഓഫ് ദ ഹസ്ബൻഡ്. ഈ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇവിടെ നോക്കിയേ, H പ്ലസ് W പ്ലസ് C ഈക്വൽ ടു 19 തന്നിട്ടുണ്ട്. ഇവിടെ W പ്ലസ് C ഈക്വൽ ടു 15 തന്നിട്ടുണ്ട്. അപ്പൊ H എന്താണ് വരിക? H പ്ലസ് W പ്ലസ് C എന്താണ്? 50 ആണ്. അപ്പൊ H പ്ലസ് 50 ഈക്വൽ ടു 90. അപ്പൊ H എന്ത് വരും? 90 മൈനസ് 50, ദാറ്റ് ഇസ് ഈക്വൽ ടു 40 ഇയേഴ്സ്. ഓക്കെ, ഹസ്ബൻഡ് പെർസെന്റേജ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് പെർസെന്റേജ് എത്രയാണ്? 40 ഇയേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു എന്താണ് നമ്മൾ ഈ ഏജസിന്റെ പ്രോബ്ലത്തിൽ നമുക്ക് റേഷ്യോ വരുന്നുണ്ട്, ആവറേജ് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് നോക്കാം.
A person was asked to state his age in years. His reply was, ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടുന്നൊരു എന്താണ് പ്രോബ്ലം ആണ്. ടേക്ക് മൈ ഏജ് 3 years hence. ഓക്കെ, ഓരോ പാർട്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ടേക്ക് മൈ ഏജ് 3 years hence. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ ഏജിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അയാളുടെ 3 വർഷത്തിന് ശേഷം, ഹെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 വർഷം കഴിഞ്ഞിട്ട്, ആഫ്റ്റർ 3 years എത്രയായിരിക്കും വരിക? എക്സ് പ്ലസ് 3. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ 3. അപ്പൊ ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ദെൻ സബ്സ്ട്രാക്ട് 3 times my age and then subtract 3 times my age 3 years ago. അപ്പൊ 3 years ago ഇവരുടെ ഏജ് എന്താണ്? എക്സ് മൈനസ് 3. എക്സ് ആണ് ഇപ്പോഴത്തെ ഏജ്. 3 years ago എന്താണ്? എക്സ് മൈനസ് 3 ആണ്. സബ്ട്രാക്ട്, എത്ര സബ്ട്രാക്ട് ചെയ്യണം? 3 times my age. 3 times ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോ ഹൗ ഓൾഡ് ഐ ആം. അപ്പൊ ഇതാണ് ഇവരുടെ ഏജ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താ വരിക? 3x മൈനസ് 3x ക്യാൻസൽ ആയി. ബാക്കി എന്തേ വരുന്നുള്ളൂ? 3. ഇവിടെ എത്രയാണ് വരുന്നത്? പ്ലസ്, സോറി, ഇവിടെ 3 അല്ല 9 വരുന്നത്. 3 into 3 that is 9 പ്ലസ് ഇത് -3 into -3 that is 9 plus 9 which is equal to 18. അപ്പൊ ഇവരുടെ ഏജ് എത്രയാണ്? 18 ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് എന്താണ്, നമുക്ക് രണ്ട് ഇക്വേഷൻ വെച്ച് രണ്ടാളുടെ കമ്പയർ ചെയ്തിട്ട് ഒന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇവരെ ഏജ് തന്നെ പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും കമ്പയർ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജൻ got married 8 years ago. Okay, his present age is, അപ്പൊ 8 വർഷം മുമ്പെയാണ് അവരുടെ മാരേജ് കഴിഞ്ഞത്. ഹിസ് പ്രസന്റ് ഏജ് ഈസ് 6/5 times ഹിസ് ഏജ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് മാരേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നോക്കാം. അവരുടെ ഇപ്പോഴത്തെ ഏജ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അവരുടെ മാരേജിന്റെ ഏജ് ആണ്, മാരേജ് ടൈമിലെ ഏജ് എത്രയാ വരിക? എക്സ് മൈനസ് 8 വരും അല്ലെ? കാരണം മാരേജ് കഴിഞ്ഞത് 8 വർഷം മുമ്പേ ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാരേജിന്റെ ടൈമിലെ ഏജ് എത്രയാണ്? എക്സ് മൈനസ് 8 ആണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അവരുടെ ഇപ്പോഴത്തെ ഏജ് 6/5 times ഹിസ് ഏജ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് മാരേജ്. അവരുടെ ഇപ്പോഴത്തെ വയസ്സ് അവരുടെ മാരേജ് ടൈമിലുള്ള വയസ്സിനേക്കാൾ 6/5 times ആണ്, ഈക്വൽ ടു 6/5. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സോൾവിംഗിലേക്ക് എന്നിട്ട് വരാം. ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കാം. രാജൻസ് സിസ്റ്റർ വാസ് 10 years younger to him at the time of his marriage. രാജന്റെ സിസ്റ്ററിന് 10 വർഷം യങ്ങർ ആണ്. അത് രാജനേക്കാളും 10 വർഷം യങ്ങർ ആണ് സിസ്റ്റർ. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ ടൈം ഓഫ് ഹിസ് മാരേജ്, മാരേജിന്റെ ടൈമില് 10 വർഷം ചെറുതാണ്, 10 വർഷം കുറവാണ് രാജന്റെ സിസ്റ്റർ എന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം റേഷ്യോ അല്ലെങ്കിൽ ടൈംസ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം നമ്മുടെ ഏജ് ഇപ്പോഴും 4 വയസ്സാണെങ്കിൽ വേറൊരാളുടെ ഏജ് 8 വയസ്സാണെങ്കിൽ നമ്മുടെ 2 മടങ്ങാണ് അയാളുടെ ഏജ് അല്ലെ? 4 into 2 ആണ് 8. പക്ഷെ 2 വർഷം കഴിയുമ്പോൾ എന്റെ ഏജ് എത്രയാണ്? നമ്മുടെ ഏജ് 4 + 2 6. അവരുടെ ഏജ് എത്രയാണ്? 10 ആണ്. അത് 2 times അല്ലല്ലോ ഇപ്പോഴുള്ളത്. 6 into 2 12 ആണ്. 2 times അല്ല ഉള്ളത്. അപ്പൊ അത് നമുക്ക് വർഷം കഴിയുന്നതോറും മാറിക്കൊണ്ടിരിക്കും, റേഷ്യോ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഒരാളേക്കാൾ 10 വർഷം കുറവാണെങ്കിൽ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും അയാളേക്കാൾ 10 വർഷം കുറവ് തന്നെ ആയിരിക്കുമല്ലോ. അതിനൊരു മാറ്റവും വരില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നേ ഉള്ളൂ. അപ്പൊ രാജന്റെ സിസ്റ്റർ 10 വർഷം 10 വർഷം രാജനേക്കാൾ കുറവാണെങ്കിൽ അത് എപ്പോഴും കുറവായിരിക്കും. അറ്റ് ദ ടൈം ഓഫ് ഹിസ് മാരേജ് മാത്രമല്ല, എപ്പോഴും കുറവായിരിക്കും. അപ്പൊ രാജന്റെ സിസ്റ്ററിന്റെ ഏജ് എന്തെടുക്കാം? നമുക്ക് രാജന്റെ ഏജ് എക്സ് ആയതുകൊണ്ട് സിസ്റ്ററിന്റെ ഏജ് എന്തെടുക്കാം? എക്സ് മൈനസ് 10 എടുക്കാം. പെർസെന്റേജ് തന്നെ എടുക്കാം, കാരണം ഞാൻ പറഞ്ഞു എപ്പോഴും ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ രാജൻ സിസ്റ്ററിന്റെ പെർസെന്റേജ് എത്രയാണ്? എക്സ് മൈനസ് 10 ആണ്. ഇനി നമുക്ക് സിസ്റ്ററിന്റെ ഏജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്യാം. ദാറ്റ് ഇസ് 5x ഈക്വൽ ടു 6x മൈനസ് 48. That is x equal to 48. അപ്പൊ x 48 കിട്ടിയിട്ടുണ്ട്. Therefore x minus 10 എത്രയാണ്? That is സിസ്റ്ററിന്റെ ഏജ് എത്രയാണ്? 38. അത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിസ്റ്ററിന്റെ ഏജ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. This year the sum of ages of Suresh family members is 78. ഒരു പാർട്ടാണ്.
Next, currently there are 4 members, namely Suresh, Rita, Deepa and Tarun. 4 members ആണുള്ളത്. അവരുടെ 4 പേരുടെയും സമ്മാണ് 78. ഓക്കെ, അപ്പൊ 4 മെമ്പേഴ്സ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ പേര് നോക്കിയേ, സുരേഷ്, റീത, ദീപ, തരുൺ. 4 പേരുടെയും ഫസ്റ്റ് നെയിം ഫസ്റ്റ് ലെറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് അവരുടെ ഏജ് ഡിനോട്ട് ചെയ്യാൻ XSRDT എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വരുമ്പോഴേ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, SRDT. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് റിലേഷൻ എന്താണ്? ഇവരുടെ സം എത്രയാണ്? 78 ആണ്. ദാറ്റ് ഈസ് S പ്ലസ് R പ്ലസ് D പ്ലസ് T ഈക്വൽ ടു 78. അവരുടെ ഏജ് സം 78 ആണ്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. സുരേഷ് ഈസ് 4 times older than റീത. അപ്പൊ സുരേഷ് 4 times older than റീത. 4 years older than, 4 times അല്ല, 4 years older than റീത. അപ്പൊ റീതയേക്കാൾ 4 year കൂടുതലാണ് സുരേഷ്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. ദീപ ഈസ് 2 years older than തരുൺ. അപ്പൊ ദീപ തരുണിനേക്കാൾ 2 year കൂടുതലാണ്. അപ്പൊ T+2. ഓക്കെ, നെക്സ്റ്റ് സുരേഷ് ഈസ് 7 times old as തരുൺ. സുരേഷ് ഈസ് 7 times ആണ്. അപ്പൊ 7 times എന്ന് പറയുമ്പോൾ എന്താ പറയുക? 7 into T. അപ്പൊ നമുക്ക് 4 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ദീപയുടേതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ ദീപയുടെ കാണാൻ പറ്റില്ല. നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനെയും നമുക്ക് എന്തിലേക്ക് കൊണ്ടുപോകാം? ഇപ്പൊ നമ്മൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ ഇക്വേഷനെയും നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ R = S-4 ഈ തന്നിരിക്കുന്ന 4 ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ നമ്മൾ എല്ലാത്തിനെയും നമുക്ക് ടിയിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഓൾറെഡി D = T+2 ഉണ്ട്, S = 70 ഉണ്ട്. ഇനി നമ്മൾക്ക് എന്താണ് S = R+4 ഉണ്ട്. അപ്പോൾ ആറിനെ എങ്ങനെ എഴുതാം? R = S-4 എന്ന് എഴുതാം ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ ഇക്വേഷനിൽ കൊടുത്തതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, S എന്ന് പറഞ്ഞാൽ 70 ആണ്. ദാറ്റ് ഈസ് 70. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ S + R + D + T = 78 ആ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. അപ്പൊ S 70 ആണ്. S70. R എന്ന് പറയുന്നത് എത്രയാണ്? S-4 ആണ്. S again 70 ആണ്. അപ്പൊ 70 - 4 കിട്ടി. ദാറ്റ് ഈസ് 70 - 4. നെക്സ്റ്റ് D ആണ്. D എന്താണ്? T+2 ആണ്. T+2 ലാസ്റ്റ് T തന്നെ പ്ലസ് T = 78. That is 70 + 70 + T + T. That is 14 + 2. That is 16T = ബാക്കിയൊക്കെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ -4 + 2 ആണ്. അപ്പൊ ഇവിടെ -2 വരും. ആ -2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ കിട്ടുക? 80 കിട്ടും. That is 16T = 80. That is T = 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എന്താണ്? തരുണിന്റെ ഏജ് ആണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്തുകൊണ്ടുള്ള ഗുണം അതാണ്. നമുക്ക് T എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി തരുണിന്റെ ഏജ് ആണെന്നുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ദീപയുടെ ഏജ് ആണ്. അപ്പൊ നമുക്ക് ആ റിലേഷനിലേക്ക് വരാം. ദീപയും തരുണും നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദീപ = T+2 ആണ്. അപ്പോൾ ഈ ഏജിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? +2 ചെയ്താൽ മതി. ദാറ്റ് ഇസ് ദീപാസ് പ്രസന്റ് ഏജ് തന്നെയല്ലേ ചോദിച്ചിട്ടുള്ള ഉറപ്പുവരുത്തണം. ദീപാസ് പ്രസന്റ് ഏജ് ഈസ് 7 years. പ്രസന്റ് ഏജ് തന്നെയാണ്. ഹൗ ഓൾഡ് ഈസ് ദീപ? ദാറ്റ് ഇസ് ദീപാസ് പ്രസന്റ് ഏജ്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്രയാണ്? 7 years. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലംസ് ആണ് നിങ്ങളോട് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം എല്ലാ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഞാൻ ഏകദേശം ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ടൈപ്സ് പ്രോബ്ലംസ് കുറച്ച് മെറ്റീരിയൽസും കൂടി നിങ്ങൾക്ക് നാളെയും മറ്റന്നാളായിട്ട് തരും. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പ്രോബ്ലംസും കൃത്യമായി ചെയ്യാം. ഇതിൽ വേറെ ഞാൻ പറഞ്ഞതുപോലെ വേറെ ഒരുപാട് ട്രിക്സ് ഒന്നുമില്ല. ചില പ്രോബ്ലംസിന് മാത്രമേ അങ്ങനെയുള്ളൂ. കോമൺ ആയി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ട്രിക്സ് ഒന്നുമില്ല. നമ്മൾ പ്രോബ്ലംസ് ആദ്യം എന്താണ് ഓരോ പാർട്ടായി നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഇക്വേഷൻ ഫോം ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് ക്വസ്റ്റൻ ഒന്നും കൂടി റീഡ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആൻസറിലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹലോ ടീച്ചറെ, സ്റ്റുഡൻസിന് ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യാം. ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോ ഈ ഒരു സെഷനിൽ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിലാണ് മിസ് ക്ലാസ് എടുത്തത്.
വളരെ കളർഫുൾ ആയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഓരോ പോയിന്റും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ആ പ്രോബ്ലംസ് എല്ലാം ഇപ്പൊ തന്നെ, അതായത് നാളെ മറ്റന്നാളായിട്ട് തന്നെ ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ, പിന്നീടേക്ക് വെക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഔപചാരികമായിട്ട് നന്ദി പറയാൻ വേണ്ടി ഞാൻ ആൻമേരിയെ ക്ഷണിക്കുന്നു. നമ്മൾ 3rd ഇയർ സ്റ്റുഡന്റ് ആൻമേരിയെ ക്ഷണിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഏകദേശം 2 മാസത്തിലധികമായിട്ട് നമ്മൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മികച്ച ഫാക്കൽറ്റിയുടെ കീഴിൽ വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലോജിക്കൽ അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമുക്കെല്ലാം അറിയാം. ഉത്തരത്തിലേക്ക് എത്തുക എന്നതിനേക്കാൾ ഉപരി ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യുക എന്നതാണ് അവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സംരംഭത്തിന് മുൻകൈ എടുത്ത MG കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനും ആദ്യം നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് ക്ലാസ്സിൽ ഹസീന മിസ്സും അജിത മിസ്സും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസിൽ ക്ലാസ് എടുത്തത് നമ്മുടെ കോർഡിനേറ്റർ കൂടിയായ വിദ്യാ മിസ് ആണ്. ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാനുള്ള ടിപ്സ് ഒക്കെ മിസ് നമുക്ക് പറഞ്ഞു തന്നു. ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത വിദ്യാ മിസ്സിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്നവരുടെ എത്ര ആത്മാർത്ഥമായിട്ട് അതിനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു. നന്ദി.